ഇന്ന് ബ്രേക്കിംഗ് അവേഴ്സ് തുടങ്ങുമ്പോൾ നമുക്ക് ഒരു അതിഥിയുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പുതിയ പ്രസിഡന്റ് ആയിരിക്കുന്നു കെ ജയകുമാർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഈ മണിക്കൂറിൽ ശ്രീ കെ ജയകുമാർ നമ്മോടൊപ്പം നേരിട്ട് പങ്കെടുക്കുകയാണ്. ജയകുമാർ സാർ, സ്വാഗതം. അഭിനന്ദനങ്ങൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ അധ്യക്ഷനാവാൻ പോകുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ഇത് താങ്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞോ? ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. താങ്കളായിരിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റ് എന്ന് അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞോ? അറിയിപ്പ് കിട്ടിയില്ല, പക്ഷെ സംസാരിച്ചിട്ടുണ്ട്. വളരെ ശ്രമകരമായ ഒരുപാട് ദൗത്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, വിരമിച്ചതിന് ശേഷവും ഏറ്റെടുത്തിട്ടുണ്ട്. ഈ പുതിയ ദൗത്യത്തെ എങ്ങനെ കാണുന്നു? ഈ ദൗത്യത്തെ ഒരു വലിയ അവസരമായിട്ടാണ് കാണുന്നത്. വെല്ലുവിളി എന്നുള്ളതിനേക്കാൾ അവസരമായിട്ടാണ് കാണുന്നത്. കാരണം ആളുകൾ, ഭക്തജനങ്ങൾ, കേരളം മാത്രമല്ല, അയ്യപ്പൻ്റെ സാമ്രാജ്യം എന്ന് പറയുന്ന ലോകം മുഴുവനാണ്. അവിടെയുള്ള എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി കുറേയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ ഈ തീർത്ഥാടന കാലം ആരംഭിക്കുകയാണ്. അത് ഭംഗിയായിട്ട് നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുന്ന ഒരു സമയമാണ്. ആ പ്രതീക്ഷകൾ നിറവേറ്റാൻ എനിക്ക് സാധിക്കണം. ഞാൻ അതിന് ഭഗവാന്റെ ഒരു ഉപകരണമായി തീരുന്നു എന്ന് മാത്രമേ കരുതുന്നുള്ളൂ. അതാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ അവിടെ ചെയ്യാനുള്ള ഒരു അവസരമായി ഞാനതിനെ കാണുന്നു എന്ന് പറഞ്ഞതിനർത്ഥം. തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ കാലം എടുത്താൽ TDPയുടെ പ്രസിഡന്റായി വന്നതൊക്കെ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് എന്നുള്ള നിലയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളാണ്. ഇപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്ററെ, കഴിവ് തെളിയിച്ച ഒരു അഡ്മിനിസ്ട്രേറ്ററെ ആ സ്ഥാനത്തേക്ക് നിയോഗിക്കുമ്പോൾ സ്വാഭാവികമായും അതിനൊരു കാരണമുണ്ടാവുമല്ലോ. കുറേ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇത് കുറേ കാലങ്ങളായിട്ടുള്ള ആ നടപ്പശീലം മാറ്റി പ്രൂവ് ചെയ്ത ഒരു ഉദ്യോഗസ്ഥനെ, അല്ലെങ്കിൽ ആ നിലയ്ക്ക് അഡ്മിനിസ്ട്രേഷനെ എങ്ങനെ നടത്താൻ കഴിയുമെന്ന് തെളിയിച്ച ഒരാളെ വിടുകയാണ്. അപ്പോൾ ആ നിയമനത്തിനൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ, എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കുറച്ച് കറക്ഷണൽ സ്റ്റെപ്സ് എന്തായാലും വേണ്ടി വരുമല്ലോ. ഇപ്പോൾ അവിടെ ഈ പറഞ്ഞത് ശരിയാണ്. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ലാത്തത് കൊണ്ട് തന്നെ, ഞാൻ ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ നിയമനത്തിൻ്റെ ഒരു അർത്ഥം എന്ന് ഞാൻ കാണുന്നത് അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഷേക്കപ്പ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കറക്ഷൻ ഉണ്ടാകണം. അതിന് ഞാനൊരു ഉപകരണമാവണം. തീർച്ചയായിട്ടും അത് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് ഈ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാനുള്ള ഒരു കഴിവാണ്, അല്ലെങ്കിൽ ഒരു പരിചയമാണ്. ഇത്രയും കാലത്തെ സിവിൽ സർവീസ് പരിചയം കൊണ്ടും അതിനുശേഷവുമൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതിന് മുമ്പ് തന്നെ ദേവസ്വം ബോർഡുമായിട്ടുള്ള പരിചയമുണ്ട്. ഏതാണ്ട് 2 വർഷത്തോളം ദേവസ്വം ബോർഡിൻ്റെ ചുമതലക്കാരനായിരുന്നു. പിന്നീട് മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്ന ഉന്നതാധികാര സമിതിയുടെ ചെയർമാനായി. മാസ്റ്റർ പ്ലാൻ്റെ ആ ഒരു കാഴ്ചപ്പാടിൽ ദേവസ്വം ശബരിമലയുടെ ഭാവി വികസനങ്ങൾ മുഴുവൻ കുറേയൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പോരായ്മകളും പ്രശ്നങ്ങളും ഒക്കെ അറിയാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിഭവശേഷി എന്ന് പറയുന്നത്. ഈ അറിവും പരിചയവുമാണ്. പിന്നെ ഞാനൊരു ഭക്തൻ കൂടിയാണ് കേട്ടോ. ഞാനൊരു അയ്യപ്പ ഭക്തൻ കൂടിയാണ്. അതുകൊണ്ട് അവിടെ വരുന്ന ലക്ഷോപലക്ഷം ഭക്തന്മാരിൽ ഒരാളായി ഞാൻ എന്നെ സങ്കല്പിച്ചാൽ, ഞാനവിടെ തൊഴാൻ പോകുമ്പോൾ ഈ പ്രാധാന്യമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രത്യേക പരിരക്ഷയോ ഒന്നുമില്ലാതെ ഞാനൊരു ഭക്തനായി അവിടെ പോകുമ്പോൾ ഞാൻ എന്താണ് അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഏറ്റവും നന്നായി ശബരിമലയിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടണമോ അതെല്ലാം ഈ വരുന്ന ഭക്തർക്ക് കൊടുക്കാൻ ദേവസ്വം ബോർഡിന് സാധിക്കണം, ശബരിമലയിൽ സാധിക്കണം. പിന്നെ കാലാകാലങ്ങളിൽ ഈ ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനത്തിൽ ഒരു വലിയ മികവ് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഒരു ഭരണപരമായ മികവ്. അതിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങൾ എന്താണ്, അത് കണ്ടുപിടിച്ച് പോരായ്മകൾ മനസ്സിലാക്കി പുതിയ നിബന്ധനകൾ, നിഷ്കർഷകളൊക്കെ ചെയ്തുകൊണ്ട് നമുക്കത് ഒരു സ്ഥാപനത്തെ പ്രൊഫഷണലൈസ് ചെയ്യാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കഴിവും എൻ്റെ അറിവും എൻ്റെ പ്രയത്നവും വിനിയോഗിക്കും എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. അല്ലാതെ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുമെന്ന് പറയാനുള്ള സമയമായിട്ടില്ല. ഞാനവിടെ പോയിട്ടില്ല, ചാർജ് എടുത്തിട്ടില്ല. അത് മറ്റൊരവസരത്തിൽ ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഇതാണ് എൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്ന് ഞാൻ മാധ്യമങ്ങളോട് തീർച്ചയായിട്ടും പങ്കുവയ്ക്കുകയും ആ കാര്യത്തിലുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യും. തീർച്ചയായിട്ടും ശബരിമല ഉന്നതാധികാര സമിതിയുടെ ചുമതല ദീർഘകാലം ഉണ്ടായിരുന്നു സിവിൽ സർവൻ്റ് എന്നുള്ള നിലയിൽ. അപ്പോൾ ആ കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ശബരിമലയിൽ എന്തൊക്കെയാണ്, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ്, ഏറ്റവും കൂടുതൽ ആഭ്യന്തര പിൽഗ്രിംസ് വരുന്ന, എനിക്ക് തോന്നുന്നു ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഒന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് താങ്കൾക്ക് അതേക്കുറിച്ചൊരു ധാരണ ഇതിനോടകം ഉണ്ടാവുമല്ലോ. പുതുതായി എന്തൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു?
അതിപ്പോൾ പറയുന്നത് ഒരു അനൗചിത്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്തൊക്കെ ചെയ്ത് കളയുമെന്ന് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് പറയാം. അവിടെ ഒന്ന് പോയി കണ്ടതിന് ശേഷമേ എനിക്ക് പറയാൻ പറ്റൂ. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ ശ്രീ പ്രശാന്തിൻ്റെ ബോർഡ് ഒരുപാട് ഇപ്പോൾ ഈ സീസണിന് വേണ്ടിയിട്ട് അതിന് ഒരുപാട് മുന്നൊരുക്കങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. തീർച്ചയായിട്ടും അതിൻ്റെ തുടർച്ച ഉണ്ടാവണം. പിന്നെ മാസ്റ്റർ പ്ലാനെ സംബന്ധിച്ച് മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിയുമായിട്ട് ചർച്ച ചെയ്ത് ഇപ്പോൾ മാസ്റ്റർ പ്ലാനിൻ്റെ ഏതൊക്കെ പ്രോജക്റ്റുകൾ ഏതൊക്കെ ഘട്ടത്തിലാണെന്നൊന്നും എനിക്ക് വാസ്തവത്തിൽ അറിഞ്ഞുകൂടാ. ഞാൻ അപ്ഡേറ്റഡ് അല്ല. അത് അപ്ഡേറ്റഡ് ആവണം. എന്താണ് പ്രയോറിറ്റി എന്ന് ആ കമ്മിറ്റിയുമായിട്ട്, അതിനൊരു കമ്മിറ്റി ഉണ്ടല്ലോ, ഹൈക്കോടതി വെച്ചിരിക്കുന്നൊരു കമ്മിറ്റിയുണ്ട്. ആ ഉന്നതാധികാര സമിതിയുമായിട്ട് ആശയവിനിമയം നടത്തി ശബരിമലയുടെ വികസനത്തിൻ്റെ ഒരു മുൻഗണന നിർണ്ണയിക്കുന്നതിന് അതിനകത്ത് പങ്കാളിയായി എത്രയും പെട്ടെന്ന് ഷോർട്ട് ടേമിലും ലോങ് ടേമും ആയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുടെ മുൻഗണനയൊക്കെ ആ കമ്മിറ്റിയുമായിട്ട് ചർച്ച ചെയ്തിട്ട് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അല്ലാതെ എന്തെങ്കിലും ചാടിക്കയറി ഞാൻ ഇന്നതൊക്കെ അവിടെ ചെയ്ത് കളയുമെന്ന് പറയേണ്ട ഒരു സന്ദർഭം ഇതല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരു കുറച്ച് ദിവസം കൂടെ തരിക. ഞാനവിടെ പോയി പഠിച്ചതിന് ശേഷമൊക്കെ നമുക്ക് ഒരു മുൻഗണന ഉണ്ടാക്കണം. ഏറ്റവും പ്രധാനമായിട്ട് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നതൊരു ഇപ്പോൾ അവിടെ ഇപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് അവിടെയുള്ള എല്ലാ ജീവനക്കാരും മോശക്കാരാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അവിടെ ഭംഗിയായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷേ അവർക്ക് ഭംഗിയായിട്ട് ജോലി ചെയ്യാൻ, പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അവിടെ പരിശീലനങ്ങളോ മറ്റു പോരായ്മകളോ അത് വേണമെങ്കിൽ അതെല്ലാം കൊടുക്കണം. പരിശീലനങ്ങൾ കൊടുക്കണമെങ്കിൽ കൊടുക്കണം. പുതിയ മാനുവൽസ് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ റൂൾസ് വേണം. അത്തരം കാര്യങ്ങളിലൊക്കെ ഞാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കും. പിന്നെ മാസ്റ്റർ പ്ലാനുമായിട്ട് ചേർന്നുകൊണ്ട് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്രയോറിറ്റീസ് നിശ്ചയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. എന്ത് ചെയ്യുമ്പോഴും ഞാൻ ഒരു ഭക്തനായിട്ട്, പേരറിയാത്ത ഇവിടെ നിന്നോ വന്ന ഒരു ഭക്തനായിട്ട് ശബരിമലയിൽ പോയാൽ ഞാൻ എന്ത് സേവനം പ്രതീക്ഷിക്കുമോ അത് അവിടെ വരുന്ന സ്വാധീനമില്ലാത്ത, പിന്നെ ഇൻഫ്ലുവൻസ് ഒന്നുമില്ലാത്ത, അധികാരമില്ലാത്ത, ഏറ്റവും നിസ്വനായിട്ടുള്ള ഒരു ഭക്തന് അവിടെ ഒരു പരസഹായമില്ലാതെ വന്ന് അയ്യപ്പ ദർശനം നടത്തി സന്തോഷത്തോടുകൂടി തിരിച്ചു പോകാൻ സാധിക്കുന്ന ഒരു ശബരിമലയാക്കി ഇതിനെ മാറ്റുമെങ്കിൽ അതിനേക്കാൾ നിർവൃതിപ്രദമായിട്ട് എന്താണുള്ളത് എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ദേവസ്വം അഡ്മിനിസ്ട്രേഷനിൽ ഒരു ശുദ്ധീകരണം വേണ്ടി വരും എന്ന് തോന്നുന്നുണ്ടോ? ശുദ്ധീകരണം എന്നുള്ള വാക്ക് ഉപയോഗിച്ച ഇപ്പോൾ എന്താ അശുദ്ധിയാണെന്നല്ലേ അതിൻ്റെ ഒരു മുൻവിധി. അവിടെ മാറ്റങ്ങൾ ഉണ്ടാവണം. കുറച്ചുകൂടെ ഒരു പ്രൊഫഷണലിസം ഉണ്ടാവണം. കുറച്ചുകൂടെ ഒരു കാര്യക്ഷമത ഉണ്ടാവണം. അത് ആ ബോർഡിനെ പറ്റി എനിക്കുന്നുണ്ട്. എൻ്റെ മുൻവിധിയിൽ, എൻ്റെ മുൻധാരണയിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അവിടെ കുറേ കൂടെ പ്രൊഫഷണലിസം ഉണ്ടായാൽ നമുക്ക് ഭാവിയിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ സ്റ്റേർഡിനെസ് എന്ന് പറയുന്നത് അവിടെ ഒരു കുഴപ്പവും ചെയ്യാൻ സാധിക്കാത്ത ഒരു ആർക്കിടെക്ചർ ഉണ്ടാവുക എന്നുള്ളതാണ്. സിസ്റ്റംസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ആ സിസ്റ്റംസിൻ്റെ പോരായ്മകൾ നമ്മൾ പരിശോധിച്ച് പരിഹരിച്ച് പോയിട്ടുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിനെ നമുക്ക് വളരെ കുറ്റമറ്റ ഒരു സ്ഥാപനമാക്കി മാറ്റാൻ സാധിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഏറ്റവും വലിയ ക്ഷേത്രമാണ്. 1000-ൽ പരം മറ്റ് ക്ഷേത്രങ്ങളുമുണ്ട്. ശബരിമല പോലെ വലിയ വരുമാനമില്ലാത്ത ക്ഷേത്രങ്ങളുമുണ്ട്. അപ്പോൾ ക്ഷേത്രം അഡ്മിനിസ്ട്രേഷൻ മുഴുവനായും ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നവീകരിക്കാൻ ആലോചിക്കുന്നുണ്ടോ? ആ തരത്തിൽ അവിടെ കൂടി അപ്പോൾ ഒരു ക്ഷേത്രത്തിന് അതിൻ്റെ വരുമാനം കൊണ്ട് നിലനിൽക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പ്രൊഫഷണലിസം ഈ ക്ഷേത്രങ്ങളുടെ അഡ്മിനിസ്ട്രേഷനിൽ കൊണ്ടുവരിക സാധ്യമാവുമോ? ഞാനീ പറഞ്ഞില്ലേ, നമ്മൾ സിസ്റ്റംസ് മാനേജ്മെൻറ്റ് വഴി നമുക്ക് എല്ലായിടത്തും എവിടെയെല്ലാം ചോർച്ചകളുണ്ടോ, എവിടെയെല്ലാം പോരായ്മകളുണ്ടോ അത് പരിഹരിച്ചു പോകുന്ന സിസ്റ്റംസ് എല്ലാവർക്കും ബാധകമാക്കി കഴിയുമ്പോൾ ക്ഷേത്രഭരണത്തെ പറ്റിയുള്ള വിശ്വാസികളുടെ ഒരു ട്രസ്റ്റ് നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും. അത് വളർത്താൻ സാധിക്കും. ആ ട്രസ്റ്റ് വളരുകയാണെങ്കിൽ ക്ഷേത്രങ്ങളുടെ വികസനത്തിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ തന്നെ ഭക്തജനങ്ങൾ തന്നെ അതിനകത്ത് കൂടുതലായി പണം മുടക്കുകയും പങ്കാളികളാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയായിരിക്കും നല്ലത് എന്നെനിക്ക് തോന്നുന്നു. അതിൽ കൂടുതൽ സ്പെസിഫിക് ആയിട്ടൊന്നും പറയാനുള്ളൊരു അവസരമല്ല ഇപ്പോൾ. ഞാൻ ചാർജ് പോലും എടുത്തില്ല. അത് പൊതുവായിട്ട് ഞാൻ പറയുന്നു എന്ന് മാത്രം. അല്ല, തീർച്ചയായിട്ടും ഇപ്പോൾ അവസാനം വരുന്ന 3 ബോർഡ് പ്രസിഡന്റുമാരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രയാസപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തീർച്ചപ്പെടുത്തി പറയാറൊന്നും ആയിട്ടില്ല. അന്വേഷണം നേരിടുന്നുണ്ട്. ഒരു തരത്തിലൊരു മുൾക്കിരീടമായി മാറി അവർക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം. ആ നിലയ്ക്ക് ആലോചിക്കുമ്പോൾ ഒരു ടെൻഷനുണ്ടോ? തീരെയില്ല. ഭഗവാനല്ലേ അവിടെ ഇരിക്കുന്നത്. ഭഗവാൻ അയ്യപ്പൻ അവിടെ ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിൽ നമ്മൾ വിശ്വസിച്ച് സത്യം മാത്രം പ്രവർത്തിച്ച് മുമ്പോട്ട് പോയാൽ നമ്മുടെ കിരീടത്തിൽ മുള്ളൊന്നും മുളയ്ക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ ചാരിതാർത്ഥ്യത്തോടെ ഇത് എനിക്ക് അയ്യപ്പനെ സേവിക്കാൻ കിട്ടിയ ഒരു അവസരമാണ് എന്ന നിലയിലാണോ ഇതിനെ കാണുന്നത്? ഇപ്പോൾ ഒരുപാട് വേറെ സ്ഥാനലബ്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്ത് ഒരു സവിശേഷത ഇതിനുണ്ടോ? ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ എൻ്റെ ഒരു എത്രയോ ജോലികളിലിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതിനേക്കാളെല്ലാം ഒരു വൈകാരികമായിട്ട്, ഇപ്പോൾ മലയാള സർവകലാശാലയിൽ ഇരുന്നപ്പോഴും എനിക്ക് വൈകാരികമായ സംതൃപ്തിയുണ്ട്. പക്ഷേ അതിനേക്കാളേറെ ഇത് ഒരു ഡിവൈൻ വിൽ
ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതുപോലെ എനിക്ക് തോന്നുന്നു. ഭഗവാന്റെ നിർണയം, സർക്കാരിൻ്റെ ഉത്തരവ് എന്ന് വേണമെങ്കിൽ ഞാനതിനെ പറയാം എന്നെനിക്ക് തോന്നുകയാണ്. തീർച്ചയായിട്ടും മനുഷ്യരുടെ തീരുമാനങ്ങളിലൂടെയാണല്ലോ ഭഗവാനും പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ സിവിൽ സർവീസിൽ ഇരുന്നപ്പോൾ, പ്രത്യേകിച്ച് ഈ ക്ഷേത്രഭരണ അധികാരത്തിൽ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പങ്കുവഹിച്ചിട്ടും ഉണ്ടല്ലോ, ഇപ്പോൾ സ്പെഷ്യൽ കമ്മീഷണർ ആ നിലയ്ക്കൊക്കെ. അപ്പോൾ അഴിമതി ഈ രംഗത്തും ഉണ്ട് എന്ന് വ്യക്തിപരമായി ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അഴിമതി ഉണ്ടാവും. കാരണം ഭക്തി എന്ന് പറയുന്ന വികാരം നമുക്ക് ചൂഷണം ചെയ്യാൻ എളുപ്പമായ ഒരു വികാരമാണ്. അവിടെയാണ് ഇതൊരു സർക്കാർ ഓഫീസിലെ ഡിസിപ്ലിനിങ് അല്ല, ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിലുള്ള സമീപനത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ടത്. ഒരു സർക്കാർ ഓഫീസിൽ നമുക്ക് ഒരുപാട് സിസ്റ്റംസ് കൊണ്ടുവരാം, നിയന്ത്രിക്കാം. പക്ഷേ ഭക്തരുമായിട്ടുള്ള ഇൻ്ററാക്ഷനിൽ ആ ഭക്തി എന്ന് പറയുന്ന വികാരത്തെ ചൂഷണം ചെയ്യാൻ അനുവദിക്കുന്ന സമ്പ്രദായങ്ങളുണ്ടോ എന്നാണ് ഇവിടെ പരിശോധിക്കേണ്ടത്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ചലഞ്ച് മറ്റൊന്നാണ്. ഭക്തി എന്ന് പറയുന്നൊരു വികാരത്തിലൂടെയാണ് അവിടെ ഈ അഴിമതി നടത്തുന്നവരും ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ ഈ ഭക്തി ചൂഷണം ചെയ്യാൻ നമ്മൾ അനുവദിക്കാതിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിവിറ്റി പല കാര്യങ്ങളിലും ഉണ്ടാക്കാൻ സാധിക്കും. അതിൽ കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ, വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇപ്പോൾ. പക്ഷേ അതിൻ്റെ ക്രക്സ് ഇത്രയേ ഉള്ളൂ. ഭക്തി കൊണ്ട് ഭക്തിയോട് നിൽക്കുന്ന ഒരാൾ, അയ്യപ്പൻ എന്ത് ചെയ്യാനും സന്നദ്ധനായി നിൽക്കുന്ന ഒരാളിൻ്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ശബരിമലയിൽ ഉണ്ടാകാനേ പാടില്ല. എന്തുകൊണ്ട്, എങ്ങനെ പാടില്ലാതാക്കാം എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അത് പരിശോധിക്കാതെ ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ചുമതല ഏൽക്കുമ്പോൾ, അവസാനത്തെ ചോദ്യമാണേ, ചുമതല ഏൽക്കുമ്പോൾ അപ്പോൾ അങ്ങയുടെ മുമ്പിൽ ഉണ്ടാവുക ഒരു ഭക്തൻ, എല്ലാം ദൈവത്തിൽ അർപ്പിക്കുന്ന ഒരു ഭക്തന് അവിടെ എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയുമോ അത് ആ ഭക്തൻ എന്ന ആ ഒരു ആംഗിളിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലായിരിക്കുമോ താങ്കളുടെ ഫോക്കസ്? നമ്മൾ അത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഡിവോട്ടി ഫോക്കസ്ഡ് ആയിട്ട് ഉള്ള ക്രമീകരണങ്ങളാണ് ഈ ആദ്യഘട്ടത്തിൽ എന്തായാലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടും, എന്തെല്ലാം കെട്ടിടങ്ങൾ കെട്ടിയും സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടും വരുന്ന ഭക്തൻ വളരെ അസന്തുഷ്ടനായിട്ടാണ് തിരിച്ചു പോകുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും അയ്യപ്പനും അസന്തുഷ്ടനായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അയ്യപ്പ ചൈതന്യത്തിൻ്റെ സന്തുഷ്ടി എന്ന് പറയുന്നത് വരുന്ന ഭക്തൻ്റെ സന്തുഷ്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ വരുന്ന എല്ലാ മാലയിട്ട് മല കയറുന്ന എല്ലാവരെയും സ്വാമി അല്ലെങ്കിൽ അയ്യപ്പ എന്ന് വിളിച്ച് സംബോധന ചെയ്യുന്നതിൻ്റെ യുക്തി എന്നുള്ളത്, അയ്യപ്പന് നിങ്ങൾ എന്ത് ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവോ അത് ഇവന് ചെയ്തു കൊടുക്കൂ, ഈ ഭക്തന് ചെയ്തു കൊടുക്കൂ എന്ന ഒരു സമവാക്യം നമ്മുടെ ഓരോ പ്രവൃത്തിയിലും വരുമെങ്കിൽ എനിക്ക് തോന്നുന്നത് ശബരിമലയുടെ നടത്തിപ്പിലുള്ള ഒരു സമീപനം ആത്യന്തികമായിട്ട് കംപ്ലീറ്റായിട്ട് മാറുകയും ഡിവോട്ടി വിൽ ഫീൽ കണക്റ്റഡ്. അതാണ് എനിക്ക് തോന്നുന്നത്. അത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. തീർച്ചയായും വളരെ നന്ദി സാർ. ഡിവോട്ടി ഫോക്കസ്ഡ് ആയിരിക്കും എല്ലാ പ്രവർത്തനങ്ങളും എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. തീർച്ചയായും വളരെ നന്ദി. അങ്ങേക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ശബരിമലയിൽ വളരെ സുപ്രധാനമായ ദൗത്യത്തിന് ഒരുങ്ങുകയാണ് ശ്രീ കെ ജയകുമാർ. സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ഒരുപാട് പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു. തൻ്റെ പൊതുജീവിതത്തിൽ ഒരുപാട് ശ്രദ്ധേയമായ ചീഫ് സെക്രട്ടറി അടക്കം ഏറ്റവും ശ്രദ്ധേയമായ സിവിൽ സർവീസ് പൊസിഷനുകൾ വഹിച്ചിട്ടുള്ള, സ്വയം തെളിയിച്ചിട്ടുള്ള ഒരു ഭരണാധികാരിയാണ്, ഒരു അഡ്മിനിസ്ട്രേറ്ററാണ് കെ ജയകുമാർ. അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ സഹൃദയനും കവിയും എഴുത്തുകാരനും ഒരു ഭക്തനും കൂടിയാണ്. അദ്ദേഹത്തെ പോലെ സംശുദ്ധമായ, ആർക്കും ഒരു തെറ്റും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്തത്രയും സംശുദ്ധമായ ട്രാക്ക് റെക്കോർഡുള്ള ഒരാൾക്ക് ശബരിമലയെ, നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രസിദ്ധമായ, ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രത്തെ പൂർണ്ണമായും ശുദ്ധീകരിക്കാൻ കഴിയട്ടെ എന്ന് നമുക്കും കരുതാമാശംസിക്കാം. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് നന്ദി പറയുന്നു.